ആദ്യം നമുക്ക് ജമീമെന്ന് പറയാനുള്ളത് കേൾക്കാം. മാഡം സമയപരിധിയുണ്ട്. കൊണ്ട് ഓക്കെ. വളരെ സന്തോഷമുണ്ട്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങനെ നിൽക്കാനും ഈ ഒരു സ്റ്റേജിൽ വന്ന് നിങ്ങളോടൊപ്പം രണ്ടു വാക്ക് സംസാരിക്കാനും എനിക്ക് ചെറിയൊരു മെസ്സേജ്. തുടക്കകാലത്ത് ഈ ഒരു വണ്ടർവേൾഡ് അല്ലെങ്കിൽ അന്ന് ഇത്രയും വലിയ ഭംഗിയൊന്നുമില്ലാത്ത സമയത്ത് ആദ്യമായിട്ട് ബാബുസാറ് വിവാഹം വന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ഇവിടെ കേട്ടതും കണ്ടതും ഒക്കെ സംസാരിച്ചു. അപ്പോൾ ആ കൂടെ TC സാറിന്റെ പ്രസംഗത്തിലെ ഒരു സെന്റൻസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ആസിഡിന്റെ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് എത്തിച്ചു കൊള്ളുക, നിങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാമെന്ന്. നിങ്ങൾ കൈയിരിക്കുന്നു, പക്ഷെ ഞാനവിടെ കൈവച്ചുമില്ല, ഞാനത് വിശ്വസിച്ചുമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ആരാണ് നമ്മളോട് പറയുക? നമുക്ക് വേണ്ടപ്പെട്ടവരോ നമ്മുടെ ബന്ധുക്കളോ ആരും നമ്മളോട് പറയാത്തൊരു കാര്യം ഒരിക്കൽ പോലും കണ്ടിട്ട് കേട്ടിട്ട് ഒരാൾ പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഫുള്ള് TCG ആണ്. രണ്ടാമത് ഫാസി യുദ്ധത്തെ കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ 4 മാസം ആക്സിഡന്റിന് ശേഷം ബാബുസാർ വീട്ടിലിരുന്നപ്പോൾ ആ ഫാസി യുദ്ധം ആ സമയത്ത് എമറാൾഡായിരുന്നു. 1 ലക്ഷം രൂപ കുറയാതെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നപ്പോഴാണ് പൂർണ്ണമായിട്ടും എനിക്ക് ആ ഫാസി യുദ്ധത്തെ വിശ്വാസമായത്. വളരെ വിശ്വസിക്കാനറിയില്ല, കാരണം ഒരു എമറാൾഡായിരുന്ന സമയത്ത് പോലും ഫാസി യുദ്ധം വിശ്വസിക്കാൻ പറ്റില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കാം. കാരണം ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ഒരാളുടെ അക്കൗണ്ടിലേക്ക് അത്രയും രൂപ വരിക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ചൊരു പാടായിരുന്നു. അതിനേക്കാൾ എന്നെ ചിന്തിപ്പിച്ചത് ഈ ഒരു വ്യക്തിയുടെ ആസിഡ് ഐഡിയുള്ള എംബ്രോയിഡറി പിന്നിരിക്കുന്ന ആള് ഒരു പണിയും ചെയ്യുന്നില്ല എന്നുള്ളത് കമ്പനിക്കാർക്കോ അറിയില്ല. അതാണ് ഏറ്റവും രസകരമായ കാര്യം. സാധാരണ നമ്മൾ വേറെ ജോലി ചെയ്യാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ലല്ലോ. ആദ്യം അറിയുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായിരിക്കും. അങ്ങനെ ഫാസി യുദ്ധത്തെ കുറിച്ച് വിശ്വസിക്കാതിരുന്ന, ഈ 2 കാര്യങ്ങളും വിശ്വസിക്കാതിരുന്ന ഞാൻ ജീവിതാനുഭവത്തിലൂടെ അല്ലെങ്കിൽ ആസിഡിലുള്ള യാത്രയിൽ മനസ്സിലാക്കിയ കാര്യമാണ് ഈ കഴിഞ്ഞ മാസം ക്ലോസിംഗിൽ റൂബി പിന്നിലേക്ക് എത്തി ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത് മുക്തിസാർ ഫാമിലിയാണ്. ഒരിക്കലും 2.5 വർഷം ഞങ്ങളുടെ പിന്നാലെ കൂടിയിട്ടാണ് ആസിഡിനെ നമ്മുടെ ജോബായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനായിട്ട് ഏറ്റെടുത്തത്. ഒരുപാട് നന്ദി അറിയിക്കുകയാണ് മുസാറിന്റെ കുടുംബത്തിനും. അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഈ ആസിഡ് പ്രസ്ഥാനത്തിൽ ഉണ്ടാവുകയായിരുന്നു. സാധാരണക്കാരെ ഞങ്ങൾക്ക് ഉപയോഗം പറ്റുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഞങ്ങളെക്കാൾ അറിവും കഴിവും വിദ്യാഭ്യാസവും സംസാരിക്കാനും എല്ലാത്തിനും ഞങ്ങളെക്കാൾ വേറെ കഴിവുള്ള ആൾക്കാരാണ് ഇരിക്കുന്ന ഓരോരുത്തരും. നിങ്ങളെ കൊണ്ട് എല്ലാവർക്കും ഭൂമി എന്ന ലെവലിലേക്ക് എത്താൻ സാധിക്കും. അതിനുള്ള അവസരമാണ്, എല്ലാവർക്കും ഒരേപോലുള്ള അവസരമാണ് നമുക്ക് ആശയം പ്രസ്ഥാനം തന്നിരിക്കുന്നത്. അധികം സംസാരിക്കുന്നില്ല. ഇതാണ് വളരെ സന്തോഷമുള്ള ദിവസം. 11ാമത്തെ തവണയാണ് ഞാൻ ആസിം ഹെഡ്വാർഡ് ആസിം വേണ്ടിയിട്ട് വരുന്നത്. ഒന്നാമത്തെ പ്രാവശ്യമാണ് ആസിമല്ല, 2ാമത്തെ പ്രാവശ്യമാണ്. ഓരോ പ്രാവശ്യം ചെയ്യില്ല. 11ാമത്തെ വർഷം ഞാൻ വരുന്നത് ഒരു റൂബി ചെയ്യുന്നതായിട്ടാണ്. റൂബി മാർച്ച് മാസം 43 ലക്ഷം വീതിയാണ് എക്സ്ട്രാ ചെയ്യുന്നത്. 30 മാസത്തേക്കാണ് അത്രയും കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു റൂബിയാകാൻ സാധിച്ചത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളൊരു മിഷന്റെ ഭാഗമാണ് അതുകൊണ്ട് വരുമാനം നോക്കി തന്നെയാണ് വേണ്ടത്. അതിന്റെ ജോലി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ വരുമാനമില്ലാത്ത സമയത്താണ് ആശങ്ക കടന്നു വന്നത്. മണി ഇസ് ദ ബെസ്റ്റ് മോട്ടിവേറ്റർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പണം കാണിക്കാൻ ബഹുമാനങ്ങളുടെ ആശയം ഒരു പുതിയ നിർവചനം പറഞ്ഞത് ആശയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാത്ത കാര്യമാണ്. റുപ്പേ ചാർജിനുള്ള മെഷീനാണ്. കാരണം എനിക്ക് പണം ആവശ്യമായിരുന്നു. മുൻസാറാണ് ആദ്യം ജോലി ചെയ്തത്. മുൻസാറിന്റെ നല്ല കഴിഞ്ഞാൽ 2 വർഷക്കാലം കുറേ നടത്തി എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഒറ്റ മാറി ആളാണ്. അങ്ങനെ 2008 ആശയം എടുത്തു.
16 വർഷം കൊണ്ട് റൂബി എന്ന വലിയ വെല്ലുവിളിയിലെത്തി അതിനെ സഹായിച്ച എല്ലാവർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ആശയം ബുദ്ധിമുട്ടുകൾ ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടുകളെ ശരിക്കും ഒരു വലിയ മഞ്ഞുകരത്തെ ചാട്ടം പോലെയാണ്. കാണുമ്പോൾ വലുതായിട്ട് തോന്നും, പക്ഷേ നമ്മളെ കൈകാര്യം ചെയ്താലോ വളരെ സിമ്പിളായിട്ട് തോന്നും. ആശയം വളരെ സിമ്പിളാണ്. ആശയം ഏറ്റെടുക്കുക, ആശയം എല്ലാവരും എല്ലാ വിജയങ്ങളായിട്ട് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു.